അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. 1/2 കിലോ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. കുരുവൊന്നുമില്ലാത്ത മുന്തിരി വേണം എടുക്കാനായിട്ട്. മുന്തിരി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് പുളിയില്ലാത്ത അത്യാവശ്യം മധുരമുള്ള മുന്തിരി വേണം ഇതിനായിട്ട് എടുക്കാൻ. മുന്തിരി ആദ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഞാൻ കുറച്ച് ഇളം ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ വീണ്ടും ഒന്ന് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ 1/2 കിലോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. മുന്തിരി എടുക്കുമ്പോൾ നല്ലതുപോലെ പഴുത്ത് കുരുവില്ലാത്ത മുന്തിരി വേണം നോക്കി വാങ്ങാനായിട്ട്. ഇത് അധികം പുളിപ്പൊന്നുമില്ലാത്ത അത്യാവശ്യം മധുരമുള്ള മുന്തിരിയാണ്. ഇനി നല്ലതുപോലെ വീണ്ടും ഒന്ന് കഴുകിയെടുക്കാം. ഇളം ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ട് മുക്കി വെച്ചതിന് ശേഷം വീണ്ടും ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 4-5 വെള്ളമെങ്കിലും ഒന്ന് കഴുകിയെടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ മുന്തിരി വിഷാംശം കൂടുതലുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ട് നല്ലതുപോലെ വെച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ഇതൊന്ന് ഒരു 10 മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒരു 4-5 പ്രാവശ്യം വീണ്ടും കഴുകി നല്ലോണം എടുക്കുക. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള മുന്തിരിയാണ്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കിയ മുന്തിരി ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മുന്തിരി മുഴുവൻ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ മുന്തിരി നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചെടുത്ത മുന്തിരി ജ്യൂസ് ഒരു പാനിലേക്ക് ഒന്ന് അരിച്ചൊഴിക്കാം. ഇതിൻ്റെ ജ്യൂസ് മുഴുവനും എടുക്കാം. ഒരു സ്പാച്ചില വെച്ചോ ഒരു സ്പൂൺ വെച്ചോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ ജ്യൂസ് മുഴുവനും എടുക്കാം. ഇതിൻ്റെ ജ്യൂസ് മുഴുവനും പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ കൊത്ത് നമുക്ക് ആവശ്യമില്ല, ഇത് മാറ്റാം. ഇപ്പോൾ ജ്യൂസ് മുഴുവനും അരിച്ച് ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പുളിയുള്ള മുന്തിരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല മധുരമുള്ള മുന്തിരി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് കറുത്ത മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. കുരുവില്ലാത്ത കറുത്ത മുന്തിരി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ 1 കപ്പ് ഉണ്ടെങ്കിൽ 1 കപ്പ് എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിൽ വേറൊന്നും ചേർക്കുന്നില്ല, നമ്മളിതിൽ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല, വെറും ഉണക്ക മുന്തിരി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഉണക്ക മുന്തിരി നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് കുറുകി വറ്റി വരേണ്ട ആവശ്യമില്ല. ചെറിയ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് വറ്റി കിട്ടണം. ഒരുപാടങ്ങ് വറ്റി ഡ്രൈ ആക്കി എടുക്കരുത്, എന്നാൽ പിന്നെ അത് കട്ട പോലെ ബോൾ പോലെ ഉരുണ്ടിരിക്കും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ലതുപോലെ ഒന്ന് ചൂട് മാറട്ടെ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുകി കിട്ടും, കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. അഥവാ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്ത് അതിൻ്റെ തണുപ്പ് മുഴുവനും മാറി റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം എടുക്കാൻ. മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുക. വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളിതിൽ ഏലക്ക, പട്ട, ഗ്രാമ്പൂ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ തന്നെ മുട്ടയുടെ സ്മെല്ലൊക്കെ മാറി കിട്ടും. എങ്കിൽ കൂടി 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഹൈ സ്പീഡിലിട്ട് 30 സെക്കൻഡ് ഇതാവുന്ന അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ബട്ടർ എടുക്കുമ്പോൾ മെൽറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ചൂട് മുഴുവനും മാറിയിട്ട് ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇത് ഒരു 10 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. വീണ്ടും ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു 10 സെക്കൻഡ് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഒരു അരിപ്പയിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ബേക്കിംഗ് സോഡയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ബേക്കിംഗ് പൗഡർ എടുത്താലും അതുപോലെ തന്നെ സോഡാപ്പൊടി എടുത്താലും മാവ് എടുത്താലും എല്ലാം ലെവൽ ചെയ്ത് അളന്ന് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക. അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ച മുട്ടയുടെ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മാവ് 3 പ്രാവശ്യമായിട്ട് കുറച്ച് വീതം ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുമിച്ച് മാവ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. കുറച്ച് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. ബാക്കി ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ മുന്തിരി ജ്യൂസ് വറ്റിച്ചെടുത്തത് ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. അതിന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇത് മുഴുവനും ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഈ ഒരു പരുവത്തിന് ബാറ്റർ റെഡിയാക്കി എടുക്കുക. കുറച്ച് കട്ടിക്കാണ് ഇരിക്കാനുള്ളത്. ഇപ്പം ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ കേക്ക് ടിന്ന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കുഴിയുള്ള ഒരു പാത്രം എടുത്താലും മതി. അപ്പോൾ കേക്ക് ടിന്നിൻ്റെ ഉള്ളിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ എല്ലാ ഭാഗത്തും കുറച്ച് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മൈദ എടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്താലും മതി. പേപ്പറിൻ്റെ എഫക്റ്റ് ഇതിന് കിട്ടും. ഞാനിപ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ ഫുള്ളായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാവൊക്കെ മിക്സ് ചെയ്ത് വന്നപ്പോൾ ബാറ്ററിൻ്റെ കളർ തന്നെ അതാ മാറിപ്പോയി. ഇപ്പോൾ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതുപോലെ വലിയൊരു പാത്രത്തിലാണ്, അലുമിനിയം പാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡ് ഒന്ന് ഇറക്കി വെച്ചു, സ്റ്റാൻഡോ അല്ലെങ്കിൽ റിംഗോ ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്ന സമയം വേണം ഈ പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ട് ഒരിക്കലും പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കരുത്. ഈ കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഫ്ലെയിം അങ്ങ് തീരെ കുറഞ്ഞും പോകരുത്, കൂടിയും പോകരുത്. ലോ ടു മീഡിയം ഫ്ലെയിം വെക്കാം. ഇപ്പം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടെ ആവാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും 10 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കേക്ക് ബേക്കായിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം. അടപ്പ് തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. 2-3 പ്രാവശ്യം ഒന്ന് കുത്തി നോക്കാം. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഫുള്ളായിട്ട് ഉണക്കമുന്തിരിയല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഒട്ടിപ്പിടിക്കാതെ ടൂത്ത് പിക്ക് ഇതാ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. മാവൊന്നും ഒട്ടും തന്നെ ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ടൂത്ത് പിക്ക് ഇതാ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അഥവാ മാവ് ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 10-15 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ പാത്രം നല്ല ചൂടാണ്. ഈ പാത്രത്തിൽ നിന്നും ഈ കേക്കിന് പുറത്തെടുത്ത് നല്ലതുപോലെ ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. കൈയൊന്നും പൊള്ളാതെ മെല്ലെ വേണം എടുക്കാനായിട്ട്. പാത്രം നല്ല ചൂടാണ്. ഇപ്പോൾ ഈ കേക്ക് നല്ലതുപോലെ ചൂട് മാറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും ഇതിന് കുറച്ച് ടേസ്റ്റ് കൂടുതലും കുറച്ച് കളറൊക്കെ വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഇതാ എടുക്കുകയാണേ. ഈ പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡൊന്ന് വിടിച്ചു കൊടുക്കാം. വിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം.
ഇനി ഈ കേക്ക് ടിന് മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ബട്ടർ പേപ്പർ മെല്ലെ അങ്ങ് ഇളക്കി മാറ്റാം. ഇപ്പോൾ കണ്ടില്ല, അടിക്കൊന്നും പിടിച്ചിട്ടില്ല, നല്ല സൂപ്പറായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഞാൻ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ മാറ്റാം. സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ മെല്ലെ ഒന്ന് ഇളക്കി മാറ്റാം. ഗ്രേപ്സ് വെച്ചിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല മണമാണ്, നല്ല സോഫ്റ്റുമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, നിറച്ചും ഉണക്കമുന്തിരിയൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കെല്ലാം ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് ഇതാ കേക്ക് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. ആ പ്ലം കേക്കിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് മുന്നിട്ട് നിൽക്കുന്നത്. ഈ കേക്ക് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. എല്ലാവരും ഒരു പ്രാവശ്യം ഈ ഗ്രേപ്സ് വെച്ചിട്ടുള്ള കേക്ക് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്